കോഴിക്കോട് ജില്ലയിലുടനീളം നിരത്തുകളിൽ വാഹനങ്ങളുണ്ട്. കടകളൊക്കെ ഈ സമയത്ത് തുറക്കുന്ന കടകളൊക്കെ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർത്താൽ അങ്ങനെ സാരമായി ബാധിച്ചിട്ടില്ല എന്നതാണ് ജില്ലയിലെ പൊതുസ്ഥിതി. പക്ഷെ ഒരു പ്രശ്നം എന്ന രീതിയിൽ ഉണ്ടായത് പേരാമ്പ്രയിലാണ്. കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാതയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറോളം സമയം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുകയാണ് പാതയിൽ ചെയ്തിരുന്നത്. അതായത് ഹർത്താൽ തുടങ്ങിയ സമയത്ത് തന്നെ രാവിലെ തന്നെ അനുകൂലികൾ റോഡിലേക്ക് ഇറങ്ങി ഇവിടെ KSRTC ബസ്സുകൾ, സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ സർവീസ് നടത്തി വരികയായിരുന്നു. ഈ സമയത്താണ് പേരാമ്പ്രയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞത്. ദളിത് സംഘടനാ പ്രവർത്തകരാണ് റോഡിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു വെച്ചത്. പറഞ്ഞതുപോലെ അരമണിക്കൂറോളം സമയം അവിടെ വാഹനങ്ങൾ തടഞ്ഞു. അതിനുശേഷം പേരാമ്പ്ര പോലീസ് എത്തിയാണ് വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പ്രവർത്തകർ റോഡിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസും സ്ഥലത്തുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനങ്ങൾ തടയുന്നില്ല എന്നത് മാത്രമാണ്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ വിധത്തിൽ വാഹനങ്ങൾ തടയുന്നതോ അല്ലെങ്കിൽ കടകമ്പോളങ്ങൾ അടപ്പിക്കുക ആ രീതിയിലുള്ള ഒന്നും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അതായത് പേരാമ്പ്രയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മറ്റിടങ്ങളിൽ സാധാരണ രീതിയിൽ എന്ന പോലെ തന്നെയാണ് ഈ രാവിലെ ആരംഭിച്ചിട്ടുള്ളത്. അവശ്യ സർവീസുകളെ ഒന്നും സമരം ബാധിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, തീർച്ചയായും അങ്ങനെ അവശ്യ സർവീസുകളെയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്ന ആളുകൾക്ക് തടസ്സമുണ്ടാവുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ന രീതിയിലേക്ക് ഈ ഒരു ആദ്യ മണിക്കൂറിൽ ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്നതാണ്. ഈ പേരാമ്പ്രയിൽ മാത്രമാണ് വാഹനം തടഞ്ഞു വെച്ച് അരമണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു പോയി എന്നൊരവസ്ഥ ഉണ്ടായിരുന്നത്. അത് പോലീസ് ഇടപെട്ട് നിലവിൽ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പോഴും അവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. പക്ഷേ കൃത്യമായി പോലീസ് മോണിറ്റർ ചെയ്യുന്നു എന്നതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളില്ല എന്നതാണ്. തീർച്ചയായിട്ടും രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.